ഹരേ കൃഷ്ണ. പരശുരാമ ചരിതമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്റെ മാതാപിതാക്കൾ മരിച്ചതിലുള്ള പ്രതികാരം പിന്നീട് രാമനെ ക്ഷത്രിയ വൈരിയാക്കി മാറ്റി. ക്ഷത്രിയന്മാരുടെ കൂട്ടക്കുരുതി തന്നെ പിന്നീട് നടന്നു. 21 തവണ അദ്ദേഹം ക്ഷത്രിയന്മാരെ വകവരുത്തി. 21ാം തവണ പന്തീര 1000-മേൽ ക്ഷത്രിയന്മാരെ കുരുക്ഷേത്രത്തിലോട്ട് പിടിച്ചുകൊണ്ടുവന്ന് അവിടെ 5 വിസ്താരമേറിയ സരസ്സുകൾ ഉണ്ടാക്കി അവരെ അവിടെ വെച്ച് കൊന്നു. ക്ഷത്രിയന്മാരുടെ രക്തം വീണ ആ സരസ്സുകൾ പിന്നീട് സെമന്ത പഞ്ചകമെന്ന പുണ്യനാമത്താൽ കീർത്തികരമായി. തന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി എന്നുള്ളതുകൊണ്ട് ഭാർഗവരാമൻ പിന്നീട് തപസ്സിനായി പുറപ്പെട്ടു. ആ സമയത്ത് വെച്ചാണ് സീതാ സ്വയംവരത്തിൽ വെച്ച് ശ്രീരാമചന്ദ്രൻ ത്രയംബകം എന്ന വില്ലൊടിക്കുന്നതും ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടാൻ ഇടവരുന്നതും. ശ്രീരാമൻ ഭഗവാൻ വിഷ്ണുവിന്റെ അംശമാണെന്ന് ഭാർഗവരാമന് മനസ്സിലാകുന്നു. അങ്ങനെ തന്റെ വൈഷ്ണവാംശത്തെ ശ്രീരാമനിൽ ലയിപ്പിച്ചിട്ട് അദ്ദേഹം വീണ്ടും തപസ്സിനായി പോകുന്നു. മഹേന്ദ്രഗിരിയിൽ വെച്ച് അദ്ദേഹം തപസ്സനുഷ്ഠിക്കുകയും താൻ പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ കശ്യപ മഹർഷിക്ക് അദ്ദേഹം ദാനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഭൂമിക്ക് കാശ്യപി എന്ന നാമവും ഉണ്ടാകുന്നു. മഹേന്ദ്രപർവ്വതത്തിൽ ഭാർഗവരാമൻ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഭാഗം സമുദ്രത്താൽ മൂടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് കണ്ടത്. തന്റെ വെൺമഴു എറിഞ്ഞ് ഭാർഗവരാമൻ ആ ഭാഗത്തെ സമുദ്രത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു. ആ കരഭാഗത്തിന് പിന്നീട് ഭാർഗവ ക്ഷേത്രം എന്ന നാമവും സിദ്ധിച്ചു. ആ ഭാർഗവ ക്ഷേത്രമാണ് പിന്നീട് കേരളം എന്ന നാമത്താൽ വിശ്വവിഖ്യാതമായത്. ഭഗവാൻ പരശുരാമൻ കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. പരശുരാമചരിതം ഇവിടെ അവസാനിക്കുന്നു. പരശുരാമനെ ഇന്നും അമരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.